അത് മാത്രമല്ല, ചക്രം എന്ന പൈസയ്ക്ക് പറയാ. ചക്രം അതിങ്ങനെ സൈക്ലിംഗ് ആണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. ആമസോൺ പോലെയുള്ള കമ്പനികൾ ഭൂരിപക്ഷവും അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും, വിദേശ കുത്തക മുതലാളിമാരാണ് അതിൻ്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പൈസ 1000 രൂപയ്ക്ക് ഞാൻ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തു, വിദേശത്ത് നിന്നുള്ള ഒരു കമ്പനിയാണ്, അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ 1000 രൂപ എൻ്റെ മണ്ണ് വിട്ട് പുറത്തുപോയി, എൻ്റെ രാജ്യം കടന്നുപോയി. ആ പൈസയുടെ എന്ത് ചെയ്യും, കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും. പൈസ കുറയും. പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വില കൂടും. വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും. എന്നാൽ നമ്മുടെ നാട്ടിൽ 100 രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരൻ 100 കൊണ്ടുപോയി പച്ചക്കറി മേടിക്കും, പച്ചക്കറി കടക്കാരൻ അത് കൊണ്ടുപോയിട്ട് ഒരു ചെരുപ്പ് മേടിക്കും, ചെരുപ്പ് കടക്കാരൻ അത് കൊണ്ടുപോയിട്ട് 1 കിലോ അരി വാങ്ങിക്കും, അരി വെള്ളവൻ എന്ത് ഒരു മരിച്ചിരി മേടിക്കും. ഇതൊരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷനാണ്. ഒരു 1000 രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ 1000 രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇറക്കിയതാ. അതാണ്ട് പണം പൂഴ്ത്തിവെക്കലെന്ന് പറഞ്ഞത്. പണം പൂഴ്ത്തിവെക്കലെന്ന് റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? പണം ചക്രമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന്